രചന അനി ബിജു ഫിദ. നീ വിഷമിക്കാതെടാ മാധവ, നമ്മൾ ഉറപ്പിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ കുട്ടിയുടെ വിവാഹം നടക്കും. വരം മറ്റാരുമല്ല, എന്റെ മകൻ ശ്രീഹരി. സുധാകരൻ മാഷിന്റെ ആ ഉറച്ച തീരുമാനത്തിൽ ആ കല്യാണ വേദി ഒന്നടങ്കം ഞെട്ടിയതിനൊപ്പം ശ്രീഹരിയും ഞെട്ടി നിന്ന് പോയിരുന്നു. അവൻ അച്ഛന്റെ വാക്കുകൾ അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്റെ കൺമുമ്പിൽ വളർന്ന കുട്ടി, തന്റെ മാളുവിനെ പോലെ താൻ കണ്ടവൾ, അവളെയാണ് ഇന്ന് താൻ ഭാര്യയാക്കണമെന്ന് പറയുന്നത്. പറ്റില്ല, തനിക്കതിന് പറ്റില്ല. തന്റെ തീരുമാനം തുറന്നു പറയാൻ കൂടിയായിരുന്നു അവൻ മുന്നോട്ട് നടന്നു. എന്നാൽ ആ നിമിഷം തന്നെ തടഞ്ഞ് തന്റെ അമ്മ വനജയായിരുന്നു. അച്ഛന്റെ തീരുമാനത്തെ മോൻ എതിർക്കരുത്, ഇതൊരു അമ്മയുടെ അപേക്ഷയാ. സ്വന്തം സഹോദരന് വേണ്ടിയുള്ള സഹോദരിയുടെ ത്യാഗം. അവന് ദേഷ്യം തോന്നിയിരുന്നു അമ്മയോടും. പറ്റില്ലെന്ന് തന്നെയാണ് അവൻ അമ്മയോടും പറഞ്ഞത്. പക്ഷെ അപ്പോഴും അവൾ വിവാഹവേഷത്തിൽ ഒരുങ്ങിയിറങ്ങി വേദിയിലെത്തുമ്പോൾ തന്റെ കഴുത്തിൽ താലി കെട്ടേണ്ട മറ്റൊരു പെണ്ണിനോടൊപ്പം ഒളിച്ചോടിയെന്ന് കേൾക്കേണ്ടി വരുന്ന പെണ്ണിന്റെ അവസ്ഥ, അവളോട് മാത്രം തോന്നുന്ന സഹതാപം. പക്ഷെ എന്തിന്റെ പേരിലാണെങ്കിലും താനിങ്ങനെ അവളെ ഭാര്യയാക്കും, അല്ലെങ്കിൽ തന്നെ അവൾക്ക് തന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? അതും അറിയില്ല. ഹരിക്ക് ഒന്നിനും ഉത്തരവില്ലായിരുന്നു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു അവൾക്കായി കാത്തുവെച്ചത്. അവസാനം ആരൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച ആ വിവാഹത്തിന് തനിക്കൊന്ന് ഇന്നു കൊടുക്കേണ്ടി വരുമ്പോൾ ഇന്നലെ വരെ പെങ്ങളെപ്പോലെ കണ്ടവളുടെ കഴുത്തിൽ തനിക്ക് താലി കെട്ടേണ്ടി വരികയായിരുന്നു. അവളുടെ സീമന്തരേഖ തന്റെ വിരലാൽ ചുമപ്പിക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. ആരോ അവളുടെ കൈ തന്റെ കൈയിലേക്ക് ചേർത്ത് വെക്കുമ്പോഴും നോക്കിയില്ല ആ മുഖത്തേക്ക്. തനിക്കൊപ്പം തന്റെ വീട്ടിലേക്കുള്ള അവളുടെ യാത്രയിലും അവൾ കരയാതെ പിടിച്ചു നിന്ന് അന്ന് ആ ദിവസം കരഞ്ഞ് കരഞ്ഞ് അവളുടെ കണ്ണീര് പറ്റിയതുകൊണ്ടോ, അതോ ആ വീട് അവിടെയുള്ളവരും അവൾക്കേറെ പ്രിയപ്പെട്ടവരായതുകൊണ്ടോ അറിയില്ല, ഒന്നും അറിയില്ല. അവൾ വൈഗ മാധവൻ, തന്റെ അമ്മാവന്റെ മകൾ. തന്റെ അച്ഛൻ സുധാകരനും അവളുടെ അച്ഛൻ മാധവനും ചെറുപ്പം മുതലേ സുഹൃത്തുക്കളായിരുന്നു. ആ സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്ത് തന്റെ അമ്മയ്ക്ക് സുധാകരൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പോലും മറുത്തൊന്നും പറയാതെ മുൻകൈയെടുത്ത് പെങ്ങളെ ആൾക്ക് കെട്ടിച്ചു കൊടുത്തും അവളുടെ അച്ഛനായിരുന്നു. തന്റെ അച്ഛനും അമ്മയ്ക്കും താനുണ്ടായ ശേഷമായിരുന്നു അമ്മാവൻ കല്യാണം കഴിക്കുന്നത്. രമ എന്നായിരുന്നു അവളുടെ അമ്മയുടെ പേര്. ചെറുപ്പത്തിൽ എന്നോ കണ്ടൊരു ഓർമ്മയുണ്ടാവരെന്നല്ലാതെ ആ മുഖം പോലും ഇന്ന് ഓർമ്മയിലില്ല. വിവാഹം കഴിഞ്ഞ് വൈകിയും ജനിച്ച് അവൾക്ക് 3 മാസം ആകും വരെ അവരമ്മാവനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർ മറ്റൊരാൾക്കൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. അങ്ങനെ പറയാനും പറ്റില്ല. അമ്മാവന്റെ സമ്മതത്തോടെ അമ്മാവൻ അവരെ അയാൾക്കൊപ്പം പറഞ്ഞേക്കുകയായിരുന്നു എന്ന് അമ്മ പറഞ്ഞ് പലപ്പോഴും കേട്ടിരുന്നു. ജീവിതത്തിൽ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായെങ്കിലും പിന്നീട് ഒരു വിവാഹത്തെ പറ്റിയൊന്നും അമ്മാവൻ ചിന്തിച്ചില്ല. മകൾക്ക് വേണ്ടി ജീവിച്ചു. അവിടെ അയാൾക്ക് തുണയായത് അയാളുടെ സഹോദരിയും ഭർത്താവും തന്നെയായിരുന്നു. 3 മാസം തികയാത്ത ആ കുഞ്ഞിനെ തനിച്ചു വളർത്താൻ അമ്മാവന് പറ്റില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവളെ തന്റെ അമ്മ തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അന്ന് തനിക്ക് 7 വയസ്സ്. പിന്നീട് ഇങ്ങോട്ട് അവൾ വളർന്ന് തങ്ങളുടെ വീട്ടിലായിരുന്നു. തന്റെ കൺമുമ്പിൽ തന്റെ കൈ പിടിച്ച് ആ അവളെയാണ് ഇന്ന് താൻ ഭാര്യയാക്കിയിരിക്കുന്നത്. ഹരിയുടെ ചിന്തകൾ കാട് കയറി തുടങ്ങുമ്പോഴേക്കും അവർ വീടെത്തിയിരുന്നു. വൈകിയെ ഒന്ന് നോക്കിയ ശേഷം ഹരി കാറിന് പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലും മുറ്റത്തുമൊക്കെ ആരൊക്കെയോ കൂടിയിട്ടുണ്ട്. പലരും തന്നെ ആദ്യമായി കാണും പോലെ നോക്കുന്നു. ഇവർക്ക് ഇത് എന്തോന്ന് കാണാൻ നിൽക്കുക. ഹരി പിറിയുറപ്പോടെ ചുറ്റുമെന്ന് നോക്കിയ ശേഷം മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ അവളും കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ഇന്ത്യവരം ഹരിയേട്ടന്റെ വീട്. ഹരിയേട്ടന്റെ മാത്രമല്ല, ഇന്നലെ വരെ തന്റെയും വീട്. പക്ഷെ ഇന്നെന്തോ ഈ വീട്ടിൽ താനൊരു അന്യായതുപോലെ. അതുവരെ കരയാതെ പിടിച്ചിരുന്ന വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞു. സുധാകരന്റെ അച്ഛന്റെ തറവാടാണത്. അച്ഛൻ തന്നെയാണ് ഈ വീട് പുതുക്കി പണിത് ഇന്നത്തെ ഈ രീതിയിലാക്കിയതും. കുളവും കാവുമൊക്കെയുള്ള തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഇടം. സത്യം പറഞ്ഞാൽ താൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ലല്ലോ, അവന് പിരിയാനും. വൈകിയുടെ ഉള്ളിൽ താൻ എന്നോ കുഴിച്ചു മൂടിയ തന്റെ ആ മോഹത്തെ കുഴി തോണ്ടിയെടുക്കുമ്പോൾ അവൾക്ക് ഭയമായിരുന്നു അതവൻ അറിയുമോ എന്ന്. ഇല്ല, ഒരിക്കലും താനായിട്ട് അത് ഹരിയേട്ടനോട് പറയില്ല. കാരണം ഓർമ്മ വച്ചത് മുതൽ താൻ ആ മനുഷ്യനെ പ്രണയിക്കുകയായിരുന്നു എന്ന് അയാൾക്ക് അറിഞ്ഞാൽ സഹിക്കില്ല. മോളെ, അവിടെ നിൽക്കാണ്ട് അരിക്കരികിൽ വന്ന് നിൽക്ക്. അപ്പച്ചി അമ്മയാണ് തന്നെ ചിന്തകളിൽ നിന്ന് വിളിച്ചുണർത്തി. വൈകി ഒരു ഞെട്ടിലൂടെ മുന്നോട്ട് നോക്കി. അപ്പച്ചി അമ്മയും മാളുവും തങ്ങൾ സ്വീകരിക്കാനുള്ള വിളക്കുമായി പഠിക്കാൻ നിൽപ്പുണ്ട്. ആ മറന്നു, മാളു ആരാണെന്ന് പറഞ്ഞില്ലല്ലേ? ഹരിയേട്ടന്റെ സഹോദരി മാളു എന്ന മാളവിക. തന്നേക്കാൾ 5 വയസ്സിന് എളുപ്പം. പാവാണ്. എപ്പോഴൊക്കെ അവൾ തമാശയായിട്ട് പറയായിരുന്നു, വിശ്വസിച്ച് എങ്ങോട്ടും കല്യാണം കഴിഞ്ഞ് പോവേണ്ട, എൻ്റെ ഏട്ടനെ കെട്ടി ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന്. അതെങ്ങാനും ഹരിയേട്ടൻ കേട്ടാൽ അന്ന് അവൾക്ക് ചെവിക്ക് പിടിയിട്ടുമായിരുന്നു. ഏതോ ഓർമ്മയിൽ അവളൊന്ന് ചിരിച്ചു. അറിയില്ല. അവൾ വേഗം നടന്ന് ഹരിക്കൊപ്പമെത്തി നിന്നു. ആള് തന്നെയൊന്നും നോക്കുന്നു കൂടിയില്ല. മനസ്സിന് വല്ലാത്ത ഭയം തോന്നിയിരുന്നു വൈകക്ക്. ഹരിയേട്ടൻ തനിക്ക് മുന്നേ അകത്തേക്ക് കയറിപ്പോവാൻ നിന്നതാണെന്ന്. പക്ഷെ അപ്പച്ചിയമ്മ അകത്തേക്ക് കടത്തിവിട്ടില്ലെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. വൈക വെറുതെ ഒന്ന് അവനെ പാളി നോക്കി. ഇല്ല, ആ മുഖത്തൊരു സന്തോഷവുമില്ല. അവളുടെ കണ്ണുകൾ തന്നെ നിറഞ്ഞു. അപ്പോഴേക്കും ആളവരുടെ കാല് കഴുകി അപ്പച്ചി വിളക്കോടെ ഏൽപ്പിച്ചിരുന്നു. വലത് കാല് വെച്ച് കയറി വാ മോളെ.
അപ്പച്ചിയമ്മ തന്നോട് അങ്ങനെ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാതിരിക്കണം ആൾ വേഗം അകത്തേക്ക് നടന്നുപോയത്. അതൊരു 4-8 മോഡൽ വീടാണ്. നടുമുറ്റവും ചുറ്റും തിണ്ണയും മുറികളൊക്കെയുള്ള വീട്. ആ വീട്ടിലെ മുറികളൊക്കെ തന്നെ ആരും കാണിച്ചു തരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പൂജാമുറിയിലെത്തി അവൾ ആ വിളക്കവിടെ വെച്ച്. നന്ദി പറച്ചിലാണോ അതോ ഈ തന്ന ജീവൻ തിരിച്ചെടുക്കരുത് എന്നാണോ എന്നറിയില്ല, അവൾ പ്രാർത്ഥിച്ച്. ചേച്ചി, പെട്ടെന്ന് ആരോ പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു. വൈക ഞെട്ടി. മാളുവായിരുന്നു അത്. ഞാനൊരുപാട് പ്രാർത്ഥിച്ചിരുന്നു ചേച്ചി അയാൾ കെട്ടിക്കൊണ്ട് പോവില്ലെന്ന്. എൻ്റെ പ്രാർത്ഥനയെ ദൈവം കേട്ടത്. അയാൾ ഓടിപ്പോയത്. നിഷ്കളങ്കമായിരുന്നു അവളുടെ വാക്കുകൾ. അതിന് വൈകിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി. എനിക്കൊന്ന് ഡ്രസ്സ് മാറണം മോളെ, വൈകാളോട് പറഞ്ഞു. അതിനെന്താ ചേച്ചി, ഏട്ടൻ്റെ റൂമിലേക്കില്ലേ? ചേച്ചിയുടെ ഡ്രസ്സെല്ലാം അമ്മ അവിടെ ആക്കിയിട്ടുണ്ട്. പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നുകൊണ്ട് മാളൂത് പറയുമ്പോൾ വൈകയുടെ ഉള്ളൊന്നാളി. അതും ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇന്നു മുതൽ ഹരിയേട്ടൻ്റെ മുറിയാണല്ലോ തൻ്റെയും മുറി. വൈകയ്ക്ക് ശരീരം തളർന്നു പോകും പോലെ തോന്നി. മാളുവായിരുന്നു അവളെ കൈ പിടിച്ച് ആ മുറിക്ക് വെളിയിൽ വരെ എത്തിച്ച്. തനിക്ക് അപരിചിതമൊന്നുമല്ല ആ മുറി. പക്ഷെ അന്നെന്തോ ഉള്ളിലേക്ക് കയറാൻ അവൾ കഴിയുമായിരുന്നില്ല. ഹരിയേട്ടനുണ്ട് അതിനുള്ളിലെന്ന് ആ വാതിൽ ചാരിക്കിടക്കുന്ന കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി. ചേച്ചിയല്ലേ, ഞാൻ അമ്മയ്ക്കടുത്തേക്ക് പോട്ടെ, അവിടെ ആർക്കും വന്നിരിപ്പുണ്ട്. അവൾ അവിടെയാക്കി മാള് തിരിഞ്ഞടക്കുമ്പോൾ വൈകക്കും അവൾക്ക് പുറകെ പോകാൻ തോന്നിയതാണ്. പക്ഷേ പറ്റില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ താൻ ഇതിനുള്ളിലേക്ക് കയറിയാൽ മതിയാവും എന്ന് ഓർത്തപ്പോൾ സർവ്വധൈര്യം എടുത്ത് വൈക ചാരിക്കിടന്ന വാതിൽ പതിയെ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു. കട്ടിലിൽ കണ്ണിന് മേലെ കൈവച്ച് കിടക്കുന്നുണ്ട് ഹരിയേട്ടൻ. താൻ വന്നതറിഞ്ഞിട്ടും ഒന്ന് നോക്കിയത് കൂടിയില്ല ആള്. അവൾക്കും സങ്കടം തോന്നിയിരുന്നു. ഹരിയേട്ടാ, 1-2 തവണ അവൾ വിളിച്ചു. അവളുടെ ആ വിളി കേട്ടിട്ടും ആദ്യം കേൾക്കാത്ത മട്ടിൽ കിടന്ന ആള് പെട്ടെന്ന് അരിശത്തോടെ എഴുന്നേറ്റ് അവൾക്ക് നേരെ നിൽക്കുമ്പോൾ അവളൊന്ന് ഭയന്നു പോയിരുന്നു. എന്താ? വല്ലാതെ കടുത്തിരുന്നു ആ ചോദ്യം. അത് എനിക്ക് ഡ്രസ്സ് മാറണം, വിറയലോട് അവൾ പറഞ്ഞു. അതിനെന്താ, ഇവിടുന്ന് മാറാൻ പറ്റില്ല നിനക്ക്? എന്റെ ഈ മുമ്പിന്ന് അതിനൊരു കുഴപ്പമില്ലല്ലോ. നീ എന്റെ ഭാര്യ, ഞാൻ നിന്റെ ഭർത്താവല്ലേ? അതുവരെ അവൾ കണ്ടിട്ടില്ലാത്തൊരു തരം ദേഷ്യത്തിൽ അവൻ അലറുമ്പോൾ വൈക ഭയന്ന് പിന്നോട്ടാഞ്ഞു പോയിരുന്നു. ഹരിയേട്ടൻ, ഞാൻ അറിയാതെ അവൾ കരഞ്ഞുപോയി. ഈ നാട് ഞാൻ പറഞ്ഞ് നമുക്കൊരിക്കലും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ കണ്ടോ നീ എന്നെ കണ്ടതോ അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞതാ പലരോടും പലതവണ, കേട്ടില്ല ആരും. ഇനി ഞാനെന്ത് വേണം? അവന്റെ ചോദ്യത്തിനു മുമ്പിൽ അവൾക്ക് മറുപടിയില്ലായിരുന്നു. നിറഞ്ഞ കണ്ണുകൾ ചാറിട്ടൊഴുകി ഒലിക്കുമ്പോൾ ആ കണ്ണുനീർ കണ്ണിൽക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടായിരുന്നു അവൻ കൂടുതൽ അവിടെ നിൽക്കാതെ പുറത്തേക്ക് പാഞ്ഞു പോയത്. അവൻ പോയതും പൊട്ടിക്കരഞ്ഞ ആ നിലത്തേക്ക് ഊർന്നിരുന്നു പോയിന്ന് വൈക. അറിയാമായിരുന്നു ആ മനുഷ്യന്റെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഉള്ളിലുള്ളതൊക്കെ താനെ കുഴിച്ചു മൂടി മറ്റൊരു തന്റെ താലിക്കൊമ്പിൽ കഴുത്തിനിട്ടാൻ സമ്മതിച്ചു പോലും. എന്നിട്ടും വിധി തന്നെ ഈ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടല്ലോ. കരയാൻ മാത്രമേ അവൾക്കെന്നായുള്ളൂ. അവളെ അങ്ങനെ സങ്കടപ്പെടുത്തണമെന്ന് ഒരിക്കലും അവനും കരുതിയതല്ല. പക്ഷെ പലപ്പോഴും നിയന്ത്രണം വിട്ടു പോകുന്നു. ഹരിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എങ്കിലും അവൾ ഓർക്കുമ്പോൾ ഉള്ളുവല്ലാതെ വിങ്ങുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ തന്നെ അവളെന്ത് പിഴച്ചു? ഒന്ന് തനിച്ചിരിക്കാൻ വേണ്ടിയായിരുന്നു ഹരി ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോയത്. നാട്ടിലൊരു ചെറിയ വായനശാലയുണ്ട്. അവിടെ വന്നാൽ കുറച്ച് സമയം തനിച്ചിരിക്കാം. അവൻ ആർക്കും മുഖം കൊടുക്കാതെ അവിടെ വന്നിരുന്നു. എങ്കിലും അവിടെ കരഞ്ഞുള്ളുന്ന മുഖം അവനെ അതിനനുവദിച്ചില്ല. അവസാനം താൻ ആഗ്രഹിച്ച സമാധാനം അവിടെയും കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. വീട്ടിലപ്പോഴും ആരൊക്കെയോ വന്നു പോകുന്നുണ്ട്. അമ്മയും അച്ഛനും ആളും ഒക്കെ അതിന്റെ തിരക്കിലാണ്. പക്ഷെ അവളെ മാത്രം അവിടെയെങ്ങും കാണുന്നില്ല. അവൻ ചുറ്റിലുമൊന്ന് നോക്കി. ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞു. അവൾ എവിടെയെന്ന് ചിന്തിച്ച് വേഗം അവൻ ആ മുറിയിലേക്ക് നടക്കുമ്പോൾ ആ പാവ ആ നിലത്ത് അതേ ഇരിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. വെറും നിലത്ത് ചടപ്പിട്ടിരുന്ന് കട്ടിലിൽ മുഖമമർത്തി കരയുന്ന അവൾ തന്റെ ഉള്ളിലൊരു നോവാകുമ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അവന്. വേഗം അവൾക്കരിയിലേക്ക് ഓടിച്ചെന്നിരുന്നവൻ. വിശു അവന് വിളിക്കുമ്പോൾ ഒരു ഞെട്ടിലോടെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. കരഞ്ഞു തളർന്ന് ആ മുഖമൊക്കെ വിങ്ങിയിട്ടുണ്ട്. പാവം തോന്നിപ്പോയിരുന്ന അവൻ അവളോട്. അവൾക്കരികിലേക്കിരുന്ന് അവൻ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ഏങ്ങി കരഞ്ഞു പോയിരുന്നവൾ. ഹരിയേട്ടൻ, ഞാൻ സോറി. അവളുടെ വാക്കുകൾക്ക് മുമ്പിൽ അവനും പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, സോറി. അപ്പോഴത്തെ സങ്കടത്തിന് പുറത്ത് ഞാൻ പറഞ്ഞു പോയത് അങ്ങനെയൊക്കെ. നീ എന്നോട് ക്ഷമിക്കേ. അവന്റെ ആ വാക്കുകൾ തന്നെ മതിയായിരുന്നു അവൾക്ക് ആശ്വാസമേകാൻ. എന്നാൽ അവളുടെ കണ്ണീർ അവന്റെ നെഞ്ചിനെ വല്ലാതെ പൊള്ളിക്കുകയായിരുന്നു. അവൻ അവളുടെ മുഖം തന്റെ കൈക്കുമ്പിൽ കോരി ആ കണ്ണിലേക്ക് നോക്കി. ഇനി എന്റെ വിശ്വ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാനും തകർന്നു പോകും. നടന്നൊക്കെ നടന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ അവളെ ആശ്വസിപ്പിച്ചെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. എന്തു പറഞ്ഞിട്ടായാലും അവൾ ഇനി കരയരുത്, അത്രമാത്രമേ ഞാൻ ആ നിമിഷം കരുതിയുള്ളൂ. വൈകാവന്റെ കണ്ണിലേക്ക് നോക്കി നിസ്സഹായതയോടെ. ചെന്നീ ഡ്രസ്സങ്ങന്മാർ ഫ്രഷ് ആയിട്ട് വാ. അവനായിരുന്നു അവളെ ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് പറഞ്ഞയച്ച്. മടിയോടെയാണെങ്കിലും അവൾ അവനെ അനുസരിച്ചു. ഒരിക്കലും അവന്റെ മനസ്സിൽ തനിക്കൊരു ഭാര്യയുടെ സ്ഥാനം കിട്ടില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ.
കുളി കഴിഞ്ഞു വന്ന അവളുടെ തലയിൽ നിന്നും വെള്ളയിട്ട് വീഴുന്ന കണ്ട് അവനായിരുന്നു അവൾക്ക് തലതോർത്തി കൊടുത്തതും ആഹാരം കഴിക്കാൻ മടി കാണിച്ച് അവളെ പിടിച്ചിരുത്തി കഴിപ്പിച്ചതുമൊക്കെ. പക്ഷെ അപ്പോഴവൻ അറിയില്ലായിരുന്നു തങ്ങളുടെ ജീവിതം ഇതെങ്ങോട്ടാണ് പോവാൻ പോകുന്നതെന്നൊന്നും. രാത്രി അപ്പച്ചി അമ്മ കൊടുത്തുവിട്ട പാലുമായി അവൾ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ അത് വെച്ച് കുടിച്ചോ എന്നും പറഞ്ഞ് അവളെ കൊണ്ട് അവനത് മുഴുവനും കുടിപ്പിച്ച് അവളോട് കിടന്നോളാനും പറഞ്ഞ ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലെല്ലാവരും കിടന്നിട്ടുണ്ട്. അവൻ വരാന്തയിലെ ചാരി അസേരയിലേക്ക് ഇരുന്നു. രാത്രി ഏറെയായിട്ട് ഉറക്കം വരുന്നില്ല. ചിന്തകൾ കാട് കയറുന്നു. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൾ തന്റെ ഭാര്യയാണ്. ഇത് സിനിമയല്ല. കുറച്ചുനാൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച ശേഷം അവളെ മനസ്സിലാക്കുന്ന മറ്റൊരാൾ വരുമ്പോൾ അവളെ ആൾക്ക് നൽകുന്നൊന്നും ജീവിതത്തിൽ നടക്കില്ല. അങ്ങനെ ആരും ജീവിതത്തിൽ ഉണ്ടാവില്ല. താൻ ഇനി അവളെ ഉപേക്ഷിച്ചാൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും കാണുന്നവർ അവളെ രണ്ടാം തരക്കാരിയാക്കും. ഭർത്താവ് ഉപേക്ഷിച്ചവൾ. അവൾക്ക് പേരുകൾ വീണ്ടും പലതും നാട്ടുകാരിടും. ഇല്ല, അങ്ങനെ ഒരു വിധിക്ക് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. സമയമെടുത്തായാലും അവൾ അംഗീകരിക്കാൻ ശ്രമിക്കണം. അവനെ തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. കുറേ സമയം അവൻ അങ്ങനെയിരുന്നു. ശേഷം മുറിയിലേക്ക് നടക്കുമ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പാവം, ഇന്ന് ഒരുപാട് കരഞ്ഞു. അവൻ അവളോട് വല്ലാത്ത സഹതാപം തോന്നിയിരുന്നു. ഉണരാത്ത അവളെ പുതപ്പിച്ച് കിടത്തിയവൻ ശേഷം അവളെ മുട്ടാതെ അവൾക്കരികിലേക്ക് അവനും കിടന്നു. രാവിലെ അവൻ ഉണരും മുന്നേ അവൾ ഉണർന്നിരുന്നു. രാത്രി കിടന്നതേ ഓർമ്മയുള്ളൂ. കണ്ണു തുറക്കുമ്പോൾ അവന്റെ ദേഹത്തോട് ഒട്ടിയാണ് താൻ കിടന്നിരുന്നത്. ഞെട്ടിപ്പിടഞ്ഞ് അവൾ അകന്നു മാറി എഴുന്നേൽക്കുമ്പോൾ അവന് എന്തോ അറിഞ്ഞ് ഞെട്ടി ഉണർന്നു. എന്താ വിശു? എന്താ? ഞെട്ടിലോട് അവൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അവൾ പറഞ്ഞ ശേഷം വേഗം ബാത്റൂമിലേക്ക് കയറിപ്പോയിരുന്നു. ഇനി ഉറക്കിറങ്ങാനും ഞാൻ അവളെ ബുദ്ധിമുട്ടിച്ചോ? ഇനി അതിനാണ് അവൾ ഞെട്ടിറങ്ങിപ്പോയത്. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉറഞ്ഞുകൂടുമ്പോഴും അതെങ്ങനെ ചോദിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൾ കുളിച്ച് ഫ്രഷായ ശേഷം റൂമിലേക്ക് വരുമ്പോഴും അവൻ കട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവളോട് എങ്ങനെ ചോദിക്കും? പരിഭ്രമത്തോടെ അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവനെ ഒന്ന് നോക്കി ഒരു കുഞ്ഞു പുഞ്ചിരി സമ്മാനിച്ച ശേഷം അവൾ കണ്ണാടിക്കുമ്പിലേക്കായിരുന്നു പോയത്. അവിടെ അമ്മ അവൾക്കായി കൊണ്ടുവച്ചിരുന്ന കുങ്കുമം ഒരു നുള്ളെടുത്ത് അവൾ നെറുകയിൽ വരയ്ക്കുമ്പോൾ അറിയാതെ അവൻ നിശബ്ദനായി. പിന്നെ അവനൊന്നും ചോദിക്കാൻ നിൽക്കാഞ്ഞത് ആ കാഴ്ചയെ തുടർന്നുള്ള അവന്റെ അസ്വസ്ഥത കൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ അവനറിയാം താൻ എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞാലും അവൾ തന്റെ ഭാര്യയാണെന്ന സത്യം ഇനി ഒരിക്കലും മായ്ക്കാൻ കഴിയില്ലെന്ന്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരാഴ്ച എങ്ങനെയൊക്കെ അവർ തള്ളി നീക്കിയിട്ടുണ്ട്. അതിനിടയിൽ അവർ അവളുടെ വീട്ടിലും വിരുന്നു പോയിട്ടുണ്ടായിരുന്നു. മാധവനും സുധാകരനും കുട്ടികളുടെ ചെറുപ്പം മുതലേ പറയാനുള്ള ഒരു ആഗ്രഹമായിരുന്നു അവരുടെ വിവാഹം. പക്ഷേ കുട്ടികൾ വളർന്നപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ചിന്തയില്ലെന്ന് മനസ്സിലാക്കിയുകൊണ്ടാണ് വൈകിയ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ അവർ തീരുമാനിച്ചത് പോലും. പക്ഷേ വിധി അവസാനം അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്നപ്പോൾ സന്തോഷം മാത്രമേ അച്ഛനും ഉണ്ടായിരുന്നുള്ളൂ. മകൾ സുരക്ഷിതമായ കൈകളാണെന്ന് വിശ്വസിച്ച് സന്തോഷിക്കുന്ന അച്ഛനെ തങ്ങൾക്കിടയിൽ അകൽച്ച അറിയിച്ച് സങ്കടപ്പെടുത്താനൊന്നും ഹരി നിന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ആ ദിവസങ്ങളിലൊക്കെയും വൈക പരമാവധി അവന് ബുദ്ധിമുട്ടിക്കാതെ ഒഴിഞ്ഞു മാറി നടന്നു. എന്നാൽ ഈ സമയം അവൾ അറിയാതെ അവൾക്കായി അവൻ തന്റെ ചിന്താഗതികൾ മാറ്റി അവളെ ഭാര്യയായി കാണാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏറെക്കുറെ അവൻ ആ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ താൻ അവളെ ഭാര്യയായി കണ്ടാലും അവൾക്ക് തന്നെ ഒരു ഭർത്താവായി കാണാൻ കഴിയുമോ എന്നത് അവന്റെ ഉള്ളിലൊരു ചോദ്യചിഹ്നം തന്നെ ആയിരുന്നു. മോള് സങ്കടപ്പെടേണ്ട, അവന്റെ ഈ സ്വഭാവമൊക്കെ മാറും. നിന്നെ അവൻ സ്നേഹിക്കും. മോള് നോയിക്കോ. നിങ്ങളുടെ ഈ അകൽച്ച മാറാൻ അപ്പച്ചിയമ്മ ഗുരുവായൂർ ഉണ്ണിക്കടന് 100 കുടം വെണ്ണയാ നേർന്നിരിക്കുന്നു. ഇടയ്ക്ക് അപ്പച്ചിയമ്മ അങ്ങനെ പറയുമ്പോൾ വെറുതെ അവളൊന്ന് ചിരിക്കും. അല്ലെങ്കിൽ തന്നെ ഹരിയേട്ടൻ തന്നോട് പിണക്കമൊന്നുമില്ലല്ലോ, പരിഭവമല്ലേ ഉള്ളൂ. ആ മനുഷ്യന്റെ ഭാര്യയായി കടന്നു വന്നതിലുള്ള പരിഭവം അവളുടെ ഉള്ളിൽ അവളോട് തന്നെ സാധാരണമായിരുന്നു. അങ്ങനെ ഒരാഴ്ചത്തെ ലീവിന് ശേഷം ഹരിക്ക് കോളേജിൽ പോകേണ്ട ദിവസമായി. അവന് മാത്രമല്ല, വൈകക്കും. ഓ, അത് മറന്നു. ഹരി ഒരു കോളേജ് അധ്യാപകനാണ്. വൈക അവൻ പഠിപ്പിക്കുന്ന അതേ കോളേജിലെ തന്നെ MSc മാത്സ് സ്റ്റുഡൻറ്റും. വിവാഹത്തിന് മുന്നേയും അവൾ ആ വീട്ടിൽ തന്നെയായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നു. അതും അവനൊപ്പം അവന്റെ ബൈക്കിൽ. ഇനി ഒരു പക്ഷെ ആള് തന്റെ കൂടെ കൊണ്ടുപോയില്ലെങ്കിലോ? ആ ഭയം കാരണം അന്ന് അവൾ പതിവിൽ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി അവന് മുന്നേ കോളേജിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതുമാണ്. 8 മണിക്ക് കവലയിലെത്തിയാൽ ശ്രീദുർഗ ബസ് കിട്ടും. അവൾ ധൃതി കൂട്ടുമ്പോൾ അപ്പച്ചി ചോദിച്ചിരുന്നു, നീ അവന്റെ ഒപ്പം ഒരു ദിവസം കോളേജിൽ പോകുന്നു, പിന്നെ ഇന്നെന്താ ഒരു പ്രത്യേകത? അപ്പച്ചിയുടെ ചോദ്യത്തിന് അവൾ ചിരിച്ചു. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ഞാനിപ്പോഴേ അപ്പച്ചി അമ്മയുടെ മോന്റെ ഭാര്യയാ. ആ സ്നേഹം കൊണ്ട് ചിലപ്പോൾ ആളെന്നെ കൂടെ കൂട്ടാൻ പോയാലേ ഞാൻ പെട്ടുപോകും. ചിരിയോട് അവൾ അതും പറഞ്ഞ് അപ്പച്ചി എടുത്തുകൊടുത്ത ചോറുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വിളി അവളെ തേടിയെത്തിയത്. വിച്ചു, നീ ഇത് എങ്ങോട്ട് ഇടുവാ? ഞാൻ വന്നിട്ട് ഒരുമിച്ച് വാ. ഹരിയേട്ടനായിരുന്നു അത്. ഞാൻ പറഞ്ഞതാ മോനെ അത്. അപ്പൊ പറയുവാ നീ ഇനി കൂടെ കൊണ്ടുപോയില്ലെങ്കിലോ ഒന്ന്. ഹരിയേട്ടനെ കണ്ട് അപ്പച്ചിയമ്മ പാര വെച്ചു. അവൻ തന്നെയൊന്ന് കൂർപ്പിച്ച് നോക്കി. അവളൊരു പരിങ്ങിയ ചിരിയോടെ തിരിച്ചു വരാന്തയിലേക്ക് കയറുമ്പോൾ അപ്പച്ചിയമ്മ തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പച്ചിയമ്മ കയറിപ്പോയി 1.25 മണിക്കൂറോളം അവനവനെ അവിടെ കാത്തിരുന്നു. കൃത്യം 8-ന് തന്നെ ആൾ റെഡിയായി വന്നു.
ബൈക്ക് എടുത്ത് തനിക്ക് മുമ്പിലെത്തി കയറാൻ പറയുമ്പോൾ പഴയതുപോലെ ആൾക്കൊപ്പം പിന്നിലേക്ക് ചാടി കയറാനൊരു ഭയം. എങ്കിലും എങ്ങനെയോ തട്ടാതെ മുട്ടാതിൽ കയറിപ്പറ്റി. സാധാരണ ആളുടെ തോളിലാണ് പിടിക്കാറുള്ളത്. അന്ന് പക്ഷെ ബൈക്കിന്റെ ഏതൊരു കമ്പിൽ പിടിമുറുക്കി പോവാമെന്ന് പറയുമ്പോൾ ആളൽപ്പം ഗൗരവത്തോടെ മിററിലൂടെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അത് താനും കണ്ടു. അത് ഹരിയേട്ടാ. എന്റെ വിച്ചുവേ, നീ എന്താ ഇപ്പൊ ഇങ്ങനെ? നമുക്കിടയിൽ ഒരു താലി വന്നതിന്റെ പേരിലാണോ നീ ഇങ്ങനെ മാറാൻ ശ്രമിക്കുന്നത്? അത് വേണ്ട. നിന്നെ മാറ്റങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മുന്നേ നീ എങ്ങനെയായിരുന്നു അത് തന്നെ മതി എനിക്കിനി അങ്ങോട്ടും. ഏതർത്ഥത്തിലാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്കറിയില്ല. സഹോദരിയായിരിക്കും അവൾ മനസ്സിൽ ചിന്തിച്ചു. എങ്കിലും ബൈക്കിൽ പിടിച്ചിരുന്ന കൈ അവന്റെ തോളിലേക്ക് മാറ്റി. ഒരു ചിരിയോടെ അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ഇടക്ക് മിററിലൂടെ അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുവരെ താൻ കാണാത്ത ഒരു സൗന്ദര്യം അവൾക്കുണ്ടോ എന്നൊരു തോന്നലോടെ. കോളേജ് എത്തിയ ശേഷവും പലപ്പോഴും അവൻ അവളെ കണ്ടിരുന്നു, അല്ല ശ്രദ്ധിച്ചിരുന്നു. അവളുടെ ചിരി, സംസാരം, നടത്തം, നോട്ടം, അങ്ങനെ അങ്ങനെ അറിയാതെ തൻ്റെ ഉള്ളിലെ വികാരങ്ങൾ മാറുന്നുവോ അറിയില്ലായിരുന്നു അവന്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയും അവൻ അറിഞ്ഞു തുടങ്ങിയിരുന്നു തനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ മാറ്റങ്ങൾ. വീട്ടിലായിരിക്കുമ്പോഴും കണ്ണുകൾ അവളറിയാതെ അവളെ തേടി അലയുന്നു. അവളുടെ സംസാരങ്ങൾക്ക് കാതോർക്കുന്നു. അന്ന് രാത്രി അവൻ അവളെ നോക്കി അങ്ങനെ കിടന്നു. ജനാലയിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചം അവളുടെ മുഖത്തേക്കാണ് തട്ടുന്നത്. ആ തെളിച്ചത്തിൽ അവളുടെ മൂക്കുത്തി കല്ലിന് വല്ലാത്തൊരു തിളക്കം. അവനങ്ങനെ അവളെ നോക്കി കിടന്നു, അവൾ ആദ്യമായി കാണും പോലെ. ഇടയ്ക്കെപ്പോഴും ആളൊന്ന് കണ്ണു തുറന്ന് അവനെ നോക്കിയിരുന്നു. ആ നിമിഷം ഞെട്ടിപ്പോയി. പക്ഷെ അത് ഉറക്കത്തിലായിരുന്നു. തുറന്ന കണ്ണുകൾ ഇറുക്കിയടച്ച് തന്നെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൾ തന്നിലേക്ക് ചേർന്ന് തന്നെ നെഞ്ചിന്റെ ചൂടിലേക്ക് പതുങ്ങുമ്പോൾ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവനവളെ ചേർത്തു പിടിച്ചിരുന്നു. ഇടബാധി തോരാതെ പെയ്യുന്ന നാളുകൾ. കാവിൽ വിളക്ക് വെക്കാൻ അവളാണ് പോവാറ്. അന്നൊരു ധാവണിയെടുത്ത് കുടയും ചൂടി പെണ്ണ് കാവിലേക്ക് പോകുന്ന കണ്ടിരുന്നു. നേരം കുറെ ആയിട്ട് അവളെ തിരിച്ചു കാണാതെ ആയപ്പോൾ അമ്മ പറഞ്ഞിട്ടായിരുന്നു അവളെ തേടി കാവിലേക്ക് പോയത്. കാവിനോട് ചേർന്നൊരു വേപ്പുമരമുണ്ട്. അതിൽ പടർന്നു കയറിയ മുല്ലയും. എന്നു നിറയെ പൂവിടാറുള്ള ആ മുല്ല അവൾക്കേറെ പ്രിയപ്പെട്ടതാണെന്നറിയാം. കയ്യിലേക്കൂടെ നിലത്ത് വെച്ച് ധാവണി തുമ്പിലേക്ക് മുല്ലമുട്ടകൾ എത്തിയിടുന്ന പെണ്ണ് ആകെ മൊത്തം നനഞ്ഞൊട്ടിയിട്ടുണ്ട്. ആ നിമിഷം അവൻ അവളെ തന്നെ അങ്ങനെ നോക്കി നിന്നുപോകും അറിയില്ല. എങ്കിലും പതിയെ അവൾക്കരിയിലേക്ക് നടന്നു. അവളവനെ കണ്ടിട്ടില്ല. നനഞ്ഞൊട്ടിയ പെണ്ണിനെ കാണാൻ വല്ലാത്തൊരു ചന്തം പോലെ. ഇവളെന്റെ കൺട്രോള് കളയോ? അവന്റെ ചിന്തയിലെ ഒരു കുഞ്ഞു കുസൃതി മുട്ടിട്ടതും പെട്ടെന്നായിരുന്നു അവൾ കിട്ടിയ മുല്ലമുട്ടുകളുമായി വീട്ടിലേക്ക് ഓടാൻ തിരിഞ്ഞത്. പെട്ടെന്ന് മുന്നിൽ അവനെ കണ്ടതും പെണ്ണതും ഞെട്ടി. അത് പിന്നെ ഹരിയേട്ടാ, ഞാൻ ഈ മുല്ലമുട്ട് കണ്ടപ്പോ. നനഞ്ഞൊട്ടിയതിന്റെ ജാളിയതയോട് അവനോട് പറയുമ്പോൾ അവൻ തന്നെയായിരുന്നു അവൾക്ക് ആ കുട എടുത്ത് കൊടുത്തത്. അവളത് വാങ്ങി അവനെ നോക്കുമ്പോൾ താനിനി വായി നോക്കുന്ന അവൾ കണ്ടോ എന്നൊരു പേടി അവനുണ്ടായിരുന്നു. എങ്കിലൽപ്പം ഗൗരവം വാരി വിതറിയവൻ. ഹരിയേട്ടൻ എപ്പോ വന്ന് ഇങ്ങോട്ട്? തന്നെ കാണാൻ വന്നപ്പോൾ തിരക്കിറങ്ങിയതാ. വന്നപ്പോൾ ഇവിടെ നിൽക്കുന്നു. എന്നാ പിന്നെ തന്നെ ശല്യം ചെയ്യണമെന്ന് എഴുതി അങ്ങ് നിന്നു. അവന്റെ ആ വാക്കുകളിൽ ഗൗരവം മാത്രമായിരുന്നു അവൾ കണ്ടത്. എങ്കിലും കണ്ണുകളിൽ എവിടെയോ ഒരു പതർച്ചയില്ലേ? അതോ തനിക്ക് തോന്നിയതാണ്? അവൾ ആലോചിച്ചിരുന്നു. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടോടി. പരസ്പരം അറിയാതെ അവർ പ്രണയിക്കുകയായിരുന്നു. അറിയില്ല, ആയിരിക്കാം. അവിടെ തറവാടിനോട് ചേർന്നൊരു ചെറിയ കുളമുണ്ട്. അങ്ങനെ ആരും അവിടെ പോയി കുളിക്കാറ് പതിവില്ലാത്തതാണ്. പക്ഷേ ചിലപ്പോൾ മാളും വൈകിയും കൂടി അങ്ങോട്ടേക്ക് പോകും. മാള് കുളത്തിലിറങ്ങും. വൈക പഠിക്കലിരുന്ന് അവളോട് സംസാരിക്കും. അന്നും അതേപോലെ പോയതായിരുന്നു അവർ. വീട്ടിൽ മാളുവിന് ഹരിക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. എന്നാൽ ചെറുപ്പം മുതൽ ആ കുളവും വെള്ളമൊക്കെ കണ്ടു വളർന്നെങ്കിലും വൈകയ്ക്ക് ഇന്ന് നീന്തൽ വശമില്ല. ഇന്ന് അവർ രണ്ടും കൂടി ഒളിച്ചും പാത്തും കുളത്തിലേക്ക് പോകുന്ന കണ്ടിട്ട് തന്നെയായിരുന്നു ഹരി അങ്ങോട്ടേക്ക് നടന്ന്. വൈകയ്ക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് അവളെയും വിളിച്ച് അങ്ങോട്ടേക്ക് പോകരുതെന്ന് അമ്മയുടെ കർശന നിബന്ധന ഉള്ളതാണ്. അത് കേൾക്കാതെ വീണ്ടും അങ്ങോട്ടേക്ക് പോയെന്നറിഞ്ഞാൽ അന്ന് മാളുവിന് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും. ആ ഒരു ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ ഹരി അങ്ങോട്ടേക്ക് വരുന്ന കണ്ടതും ഒരു കണ്ണാൽ അവളൊന്ന് കണ്ടതേയുള്ളൂ. ഒറ്റ ഓട്ടമായിരുന്നു. തന്റെ വിച്ചു വെച്ച് അവിടെ തനിയെ വിട്ടിട്ട്. ഡി, നീ ഇത് എങ്ങോട്ട് പോവാ? കഥയറിയാതെ അവൾക്ക് പിന്നാലെ പോകാൻ വൈകിയും തുടങ്ങിയതാണ്. പക്ഷെ അതിനു മുന്നേ ഹരി പടവുകൾക്ക് മേലെ എത്തിയിരുന്നു. മുന്നോട്ടോടാൻ തുടങ്ങിയ വൈകി അവനെ കണ്ട് ഒരു ചെറു ചമ്മലോട് അവിടെ തന്നെ നിൽക്കുമ്പോൾ ഹരി മുണ്ടും മടക്ക് കുത്തി അവൾക്ക് അരികിലേക്ക് നടന്നിരുന്നു. ഞാൻ മാളു പറഞ്ഞപ്പോ വെറുതെ ഇങ്ങോട്ട് വന്നാ ഹരിയേട്ടാ. അങ്ങനെ പറഞ്ഞവൾ അവൻ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയതും അവളെ വിടാതെ ഹരി അവൾക്ക് മുമ്പിലേക്ക് കയറി നിന്നു. അവന്റെ ആ പ്രവൃത്തി കണ്ട് അവളും കണ്ണു കുറിപ്പിച്ചു. അവനെ ഒന്ന് നോക്കിയ ശേഷം മറുവശത്തുകൂടി പോകാൻ ശ്രമിച്ചതാണ്. പക്ഷെ അപ്പോഴും അവൻ അതേപോലെ തന്നെ അവളെ തടഞ്ഞു നിർത്തുമ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് പരിഭ്രമത്തോടെ നോക്കി. ഹരിയുടെ മാറിക്ക്, എനിക്ക് പോണം. അവളുടെ ശബ്ദമൊന്ന് വിറച്ചു. അറിയില്ല, പക്ഷെ അവിടെ ആ ഭയം അവന് വല്ലാതെ മത്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മാറിയില്ലെങ്കിൽ? അവന്റെ ചോദ്യത്തിന് അവൾ വീണ്ടും കണ്ണു കുറിപ്പിച്ചല്ല മറുപടി അറിഞ്ഞില്ല. അത് നോക്കി അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. അവളുടെ ഹൃദയമിടിപ്പോലെ ആ കൂടി, ശരീരം വിറച്ചു. ഏതായാലും നീ ആരോടും പറയാതെ ഇവിടെ വരെ വന്നല്ലേ, അതുകൊണ്ട് താൽക്കാലം ഇവിടെ നിൽക്കുക എൻ്റെ അരികിൽ ഇങ്ങനെ.
അവന്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾക്കൊപ്പം അവനൊന്നുകൂടി അവളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവൾ നന്നായെന്ന് ഭയന്നിരുന്നു. അന്നാദ്യമായി അവനിൽ താൻ കാണാത്ത എന്തൊക്കെയോ ഭാവങ്ങൾ അവൾ കാണുകയായിരുന്നു. അവൾ ഓരോ ചുവട് പിന്നോട്ട് മാറിയെങ്കിലും അതിനനുസരിച്ച് അവൻ അവളിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. ഹരിയേട്ടൻ ഞാൻ പോട്ടെ. അവനെ നോക്കി വിറയലോട് അവൾ പറയുമ്പോൾ അവളുടെ പിടക്കുന്ന കണ്ണുകളാണ് അവൻ നോക്കി ശ്രദ്ധിച്ച്. ആ കണ്ണുകൾ തന്നെ അവളിലേക്ക് വലിച്ചടുപ്പിക്കും പോലെ. അതെന്ത് മുമ്പ് താൻ ഇങ്ങനെയായിരുന്നില്ലല്ലോ. ഞാൻ നിൽക്കാൻ പറഞ്ഞ എൻ്റെ മുമ്പിൽ ഒരു പേടിയും കൂടാതെ കണ്ണൂർപ്പിച്ചിരുന്ന പെണ്ണിന് ഇന്നിത് എന്തു പറ്റി? അവന്റെ വാക്കുകൾക്കൊപ്പം അവന്റെ ശ്വാസവും അവളുടെ കാതുകളിൽ തട്ടി. ആ നിമിഷം അവളുടെ ശരീരം പൊള്ളിപ്പടഞ്ഞു പോയിരുന്നു. അതേരിയേട്ടാ മുമ്പത്തെ പോലെ അല്ലല്ലോ ഇപ്പോ. ഒരുതരം വെപ്രാളത്തോടെ അവൾ പറഞ്ഞൊപ്പിക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ കുസൃതി കലർന്ന പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. അതേലോ മുമ്പത്തെ പോലെ അല്ല ഇപ്പോ. ഇന്ന് നീ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ പെണ്ണ്. അവള് ഞാൻ പറയുന്നൊക്കെ കേൾക്കണം. എൻ്റെ അരികിൽ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാ നിൽക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതേപോലെ കെട്ടിപ്പിടിച്ചു പോകും. അവന്റെ വാക്കുകൾക്കൊപ്പം അവളെ ഒന്ന് കുതിരാൻ പോലും അനുവദിക്കാതെ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചതും പെണ്ണ് വിറച്ചു പോയിരുന്നു. പിടഞ്ഞുപോയ അവൾ അവന്റെ തോളിൽ അറിയാതെ അമർത്തിപ്പിടിച്ചു. ഹരിയേട്ടാ. അവളുടെ ശബ്ദം പോലും ഒന്ന് വിലങ്ങി. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞടക്കുമ്പോൾ അവൾ അവനെ അള്ളിപ്പിടിച്ചു പോവുകയായിരുന്നു. അവന്റെ ചുണ്ടുകൾ തന്റെ കവിളിനെ തൊട്ട് തലോടുമ്പോൾ അവൾ അവന് വിധേയായി നിന്നുപോയി. അവന്റെ കൈ ചൂട് തന്റെ ധാവണിക്കിടയിലൂടെ വയറിനെ തഴുകാൻ തുടങ്ങിയതും വൈകയ്ക്ക് ശരീരം പോലും തളർന്നുപോയി. ഈ സമയം വിച്ചുവെച്ച് കുളക്കടവിൽ ഏട്ടന് മുമ്പിൽ പെട്ടുപോയെന്നും പറഞ്ഞ് മാളും അമ്മയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. വൈകിയെ രക്ഷിക്കാൻ വന്ന അമ്മ അവിടെ നടക്കുന്ന കാഴ്ച ഒറ്റത്തവണയെ നോക്കിയുള്ളൂ. ശേഷം മാളുവിന് എന്തൊക്കെയോ വഴക്കും പറഞ്ഞ് തിരിച്ചു പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്നായിരുന്നു മാളു ചിന്തിച്ച്. അരിയേട്ടൻ മതി, എനിക്ക് പറ്റുന്നില്ല. എപ്പോഴും അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ കവർന്നെടുക്കാൻ തുടങ്ങിയതും ശ്വാസം കിട്ടാതെ അവളൊന്ന് പിടഞ്ഞു. അവിടെ ആ ശബ്ദമായിരുന്നു അവന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. ഞെട്ടിപ്പോയിരുന്ന ആ നിമിഷം ഹരി. അവനും കരുതിയതല്ല അങ്ങനെയൊന്നും. ഒന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ തുടക്കത്തിൽ കരുതിയുള്ളൂ. പക്ഷെ പെണ്ണിന്റെ നോട്ടം, ഭയം, അത് തന്നെ നിയന്ത്രണം കൊണ്ട് കെട്ടുപൊട്ടിച്ചപ്പോൾ പരിസരം മറന്നു. ആ സമയം അവനുണ്ടായ ചമ്മൽ അവളുടെ മുഖത്തേക്ക് നോക്കാൻ അവനായില്ല. വിറച്ചു. ഞാൻ സോറി. അത്രമാത്രം എങ്ങനെയോ പറഞ്ഞൊപ്പിച്ച് അവൻ തിരിഞ്ഞു നോക്കാതെ പടികൾ കയറി പോകുമ്പോൾ വൈകി അവനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവളൊന്ന് അറിഞ്ഞിരുന്നു. ആ മനസ്സിലെവിടേക്കോ താനിപ്പോൾ അവളുടെ പെണ്ണായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സംഭവം അവർക്കിടയിൽ അകലം അല്ലാതെ കുറയ്ക്കുകയായിരുന്നു. ഹരിക്ക് ആ കുറച്ചു ദിവസം അവളെ ഫേസ് ചെയ്യാൻ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും പതിയെ പതിയെ അവൻ അവളിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് അവൻ അവളറിയാതെ അവളെ പിന്നിലൂടെ കെട്ടിപ്പിടിക്കുകയും ഉമ്മവയ്ക്കുകയും അവളെ ഇക്ലിയാക്കുകയും അങ്ങനെ നീളുന്ന കുസൃതികളിലൂടെ അവളിൽ കുറുമ്പുകൾ കാട്ടുമ്പോഴും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല തനിക്ക് മുന്നേ അവൾ തന്നെ പ്രണയിച്ചു തുടങ്ങിയതാണെന്ന്. അന്നൊരിക്കൽ ഹരിയുടെ അച്ഛനും അമ്മയും ആളും കൂടി ഹരിയുടെ അച്ഛൻ്റെ ഏതോ അകന്ന ബന്ധുവിൻ്റെ കല്യാണത്തിന് കണ്ണൂർക്ക് പോയിരിക്കുകയായിരുന്നു. വീട്ടിലെ ഹരിയും വൈകയും മാത്രം. വല്ലാത്തൊരു മഴയുള്ള ദിവസമായിരുന്നത്. വൈക അടുക്കളയിലാണ്. അവൻ അവളെ സഹായിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പാചകമെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ തന്നെയായിരുന്നു ഹരിയുടെ റൂമിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അവനെ റൂമിലേക്ക് പറഞ്ഞയച്ചു. അത് വേണ്ടു, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ക്ലീനിങ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് പോവാം എന്നവൻ പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. അത് സാരില്ല ഹരിയേട്ടാ, ക്ലീനിങ് അത് അപ്പോഴല്ലേ, ഏട്ടപ്പോഴേക്കൊന്ന് റെസ്റ്റ് എടുക്കുക. സ്നേഹത്തോടെയായിരുന്നു അവരോടൊന്ന് പിരിഞ്ഞത്. റൂമിലെത്തി ഹരി കുറച്ച് സമയം കൂടി ഫോണിൽ തോണ്ടിയിരുന്നു. ആ കൂട്ടത്തിലാണ് വൈകിയുടെ ഡയറി മേശമേലിരിക്കുന്നവൻ ശ്രദ്ധിച്ച്. ഇങ്ങനെയൊന്നും അവൾക്കുണ്ടോ? അങ്ങനെ ഒരു ഡയറി ഇതുവരെ അവളുടെ കയ്യിൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരുന്നു അവനത് എടുത്തു നോക്കിയത്. മറ്റുള്ളവരുടെ ഡയറി അനുവാദം ചോദിക്കാതെ വായിക്കുന്ന ശീലം അവനില്ലാത്തതാണ്. പക്ഷേ അന്നെന്തോ തോന്നിയ കൗതുകത്തോടെ അവനെ നിവൃത്തി വെറുതെ കണ്ണോടിച്ചു. അതിൽ നിറയെ അവൾ അവളെക്കുറിച്ച് തന്നെയായിരുന്നു എഴുതിയിരുന്നത്. അവൾ അപ്പച്ചി, അമ്മ, സുധാകരൻ, അച്ഛൻ, ഹരിയേട്ടൻ, മാളു, അങ്ങനെ തുടരുന്ന അവളുടെ ലോകം. ഏതാനും ചില പേജുകൾ അവൻ മറിച്ച് ബാക്കി വായിച്ചു തുടങ്ങുമ്പോൾ അവന്റെ ഭാവം മാറി തുടങ്ങിയിരുന്നു. അതിൽ അവൾ എഴുതിയിരിക്കുന്നൊന്നും അവന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പുത്തമണത്തിലെ വൈകാ മാധവന് ഇന്ത്യവരത്തെ ശ്രീഹരിയെ ചെറുപ്പം മുതൽ ഇഷ്ടമായിരുന്നെന്ന്. ഏയ് അല്ല, അവൾ അങ്ങനെയല്ല. ഹരിക്കാതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൻ വീണ്ടും മുന്നോട്ട് വായിച്ചു. ആദ്യമായി അവനോട് തോന്നിയ പ്രണയവും അത് വളർന്നും അവനായി നോമ്പ് നോറ്റതും അവനെ ഒളിച്ചു കണ്ടതും തൊട്ടതും പിടിച്ചതുമൊക്കെ അവൾ വള്ളിപുള്ളി തെറ്റാതെ എഴുതിയിരിക്കുന്നു. ഹരിയേട്ടനെ ഞാൻ പെങ്ങളെപ്പോലെ ആയിരിക്കാം, പക്ഷെ അതല്ലല്ലോ സത്യം. പുള്ളിയുടെ മുറപ്പെണ്ണല്ലേ താൻ. ആ തന്നെ എന്തിനാ പൊട്ടൻ വീണ്ടും വീണ്ടും പെങ്ങളെന്ന് വിളിക്കുന്നത്? ഇഷ്ടമല്ല തനിക്കത്. തനിക്കിഷ്ടം പുള്ളിയെ കെട്ടി പുള്ളിയുടെ 5 പിള്ളേരെ പെറ്റുവളർത്തി അങ്ങനെ ജീവിക്കാനാണ് എന്നോ തോന്നിയപ്പോൾ എഴുതിയ വട്ട് അവൻ്റെ സമനില തെറ്റിക്കുമ്പോൾ നിലത്തേക്ക് എടുത്തെറിഞ്ഞിരുന്ന ആ ഡയറി അവൻ അത് ചെന്ന് വീണ് അവനെ തേടി മുറിയിലേക്ക് വന്ന അവളുടെ കാൽച്ചൂട്ടിലും വിറച്ചു പോയിരുന്ന വൈക ആ നിമിഷം തൻ്റെ കാൽ കീഴിൽ കിടക്കുന്ന ആ ഡയറിയിലേക്കും തന്നെ വെറുപ്പോടെ നോക്കുന്ന അവനിലേക്കും മാറി മാറി നീണ്ടു. അവൾ ആ ഡയറി കുരിഞ്ഞ് കയ്യിലെടുത്ത് ഇടർച്ചയോടെ മുന്നിലേക്ക് നടന്നു.
ഒരുതരം തളർച്ചയോടെ അവൾ അവന് മുമ്പിലെത്തി അവനെ വിളിക്കുമ്പോൾ കൈ ഉയർത്തി അവൻ അവളെ തടഞ്ഞു. വേണ്ട, എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട വൈക, അറിഞ്ഞിടത്തോളം മതി. അവന്റെ വെട്ടിമുറിച്ചുള്ള മറുപടിയിൽ അവൾ ഉരുകി. നിന്റെ മനസ്സറിയാൻ നിന്നെ ഞാനൊരു സഹോദരിയായി കണ്ടപ്പോഴൊക്കെയും നീ എന്നെ നോക്കിയത് മറ്റൊരു കണ്ണിലായിരുന്നല്ലേ? ഒരു സഹോദരിയായി ഞാൻ നിന്നെ തൊട്ടപ്പോഴും കെട്ടിപ്പിടിച്ചപ്പോഴൊക്കെ നീ എന്നെ കണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു കോമാളിയാവുകയായിരുന്നു അല്ലേ വൈക? അങ്ങനെയല്ല, ഈ വിവാഹത്തിന് ശേഷം നീ എന്നെ ഒരു കോമാളിയാക്കിയായിരുന്നു. മുന്നിലിരുന്ന ചില്ല് ഗ്ലാസ് താഴേക്കെറിഞ്ഞ് അവൻ അവൾക്ക് മുമ്പിൽ അലറുമ്പോൾ വൈക വിറച്ചു പോയിരുന്നു. ഹരിയേട്ടൻ, എനിക്ക് പറയാനുള്ളത്. അവന്റെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചു. തട്ടിയെറിഞ്ഞിരുന്ന അവളെ അവന്റെ തളയിൽ നിലത്തേക്ക് വീണുപോയ അവൾ അവന്റെ കാല് പിടിച്ചതാണ്. പക്ഷെ ഒന്നിനും ചെവി കൊടുത്തില്ല അവൻ. അവളെ തട്ടിയെറിഞ്ഞ് പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ആ നിലത്തിരുന്ന് പൊട്ടിക്കരയാൻ അവൾക്കായുള്ളൂ. അന്ന് രാത്രി ഏറെയായിട്ട് ഹരി തിരിച്ചു വന്നില്ല. നല്ല മഴയും കൂടാതെ കറണ്ട് വന്ന് പോയിരുന്നു. വീട്ടിലുണ്ടായിരുന്ന എമർജൻസി തപ്പിയെടുത്ത് അവളത് കത്തിച്ചു വെച്ചു. തനിച്ചിരിക്കാൻ പേടി തോന്നിയപ്പോൾ പലതവണ അവനെ വിളിച്ച് നോക്കിയിരുന്നു. പക്ഷെ ഒരു തവണ പോലും അവൻ ഫോൺ എടുത്തില്ല. സമയം വീണ്ടും കടന്നുപോയി. മഴയുടെ ആക്കവും കൂടി വന്നുകൊണ്ടിരുന്നു. ക്ലോക്കിൽ ഒന്നടിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തവന്റെ ബൈക്കിന്റെ ശബ്ദം അവൾ കേട്ടിരുന്നു. വേഗം ചെന്ന് വാതിൽ തുറന്നവൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ നനഞ്ഞൊളിച്ച് അകത്തേക്ക് വന്നിരുന്നു ഹരി. ഹരിയേട്ടാ, ഏട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? ആദ്യോട് അവൾ അത് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു ഭാവത്തിൽ അവൻ അവൾക്ക് മുമ്പിലേക്ക് നീങ്ങി നിന്നു. ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നു അവനിൽ നിന്നും വമിക്കുന്ന മദ്യത്തിന്റെ ഗന്ധം. ഹരിയേട്ടൻ കുടിച്ചിട്ടുണ്ടോ? അവളുടെ ശബ്ദം ഇത്തിരി കനത്തു. ഉണ്ടല്ലോ. അവൾ തന്നെ നോക്കി അവൻ പറഞ്ഞു. എന്തിനാ ഹരിയേട്ട ഇങ്ങനെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നിനക്ക് വേണ്ടിയാവുക ഞാനിന്ന് കുടിച്ചു, നിനക്ക് വേണ്ടി മാത്രം. അവന്റെ വാക്കുകൾക്കൊപ്പം അവന്റെ കൈകൾ അവളുടെ തോളിൽ മുറുകി. ഭയത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിന്ന് പോയിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ നീ എന്നെ മനസ്സിൽ കൊണ്ടടക്കുകയല്ലേ, എന്റെ പെണ്ണാവും കൊതിക്കല്ലേ. അങ്ങനെ വരുമ്പോ നിന്നെ ഞാനും തിരിച്ച് സ്നേഹിക്കേണ്ടേ വൈക. അവന്റെ വാക്കുകൾക്കൊപ്പം അവന്റെ നോട്ടം അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറച്ചു തുടങ്ങിയിരുന്നു. അവളൊരു പെടച്ചിലോടെ അവന്റെ കൈ തട്ടി മാറ്റി പിന്നോട്ട് മാറിയെങ്കിലും അവൻ അവൾ വിട്ടില്ല. മദ്യത്തിന്റെ പുറത്തുള്ള ദേഷ്യം, പാതി ബോധത്തിൽ താൻ എന്താണ് കാട്ടുന്നതെന്ന് പോലും ചിന്തിക്കാതെ തിരിഞ്ഞോടാൻ തുടങ്ങിയവളെ പിടിച്ചു നിർത്തി. അവളുടെ എതിർപ്പുകൾ പോലും വകവെക്കാതെ അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് നടക്കുമ്പോൾ ആവുന്നതും അവൾ അവനെ തടഞ്ഞിരുന്നു. ഹരിയുടെ, വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. അവളെ അവൻ കട്ടിലേക്ക് ഇടുമ്പോഴും അവൾ അവനോട് കരഞ്ഞ് പറയുകയായിരുന്നു. അതൊന്നും കേൾക്കാനുള്ള ബോധം ഹരിക്കപ്പോൾ ഇല്ലായിരുന്നു. ഭയന്ന് വിറച്ച് പിന്നോട്ട് നീങ്ങുന്ന അവളിലേക്ക് ഒരുതരം ലഹരിയോടടുത്ത് അവളെ വലിച്ച് അവൻ തന്നിലേക്ക് അടുപ്പിക്കുമ്പോഴും അവളുടെ എതിർപ്പുകൾ അടങ്ങിയിരുന്നില്ല. എന്നാൽ അവന്റെ കൈകാര്യത്തിന് മുമ്പിൽ അവൾ അവസാനം തോറ്റുപോയിരുന്നു. ഇഷ്ടത്തോടെ, അതിലേറെ പ്രണയത്തോടെ അവനായി കാത്തുവെച്ചതൊക്കെയും തന്റെ കയ്യിൽ നിന്ന് അവൻ പിടിച്ചടക്കുമ്പോൾ നിസ്സഹായായി പോവാനേ അവൾക്കായുള്ളൂ. പുലർച്ചെ എപ്പോഴും ഹരി കണ്ണു തുറക്കുമ്പോൾ കാണുന്നു താൻ കിടക്കുന്ന കട്ടിലിന്റെ ഓരം ചേർന്നിരുന്ന് കരയുന്ന വൈകിയായിരുന്നു. അടുത്ത നിമിഷം അവന്റെ മനസ്സിലൊരു മിന്നൽ പിളർപ്പ് പാഞ്ഞു കയറിയിരുന്നു. ഞൊടിയിടൽ മനസ്സിലേക്ക് ആ കഴിഞ്ഞ രാത്രിയുടെ ഓർമ്മകൾ കുത്തിക്കയറുമ്പോൾ അറിയാതെ അവൻ തലയിൽ കൈവച്ച് പോയിരുന്നു. വിച്ചു, കുറ്റബോധത്തോടെ അവൻ വിളിച്ചു. നിർജീവമായി അവൾ അവനെ നോക്കി. വിച്ചു, ഞാൻ അന്നേരം കള്ളിന്റെ പുറത്ത്. അവൻ അവളോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൻ ഒരുപാട് പറഞ്ഞ് കരഞ്ഞു. ചെയ്തുപോയ തെറ്റിന്റെ പേരിൽ ആ കാൽ പിടിക്കുക വരെ ചെയ്തിട്ടും വൈക പിന്നീട് അവനോട് മിണ്ടിയിട്ടില്ലായിരുന്നു. അവനോട് മാത്രമല്ല, ആരോടും പിന്നീട് അവൾ അധികം സംസാരിക്കാതെയായി. യാന്ത്രികമായി എന്തൊക്കെയോ ചെയ്യുന്നു. അവനൊപ്പം അവന്റെ ബൈക്കിൽ കോളേജിൽ പോവാറുണ്ടെന്നല്ലാതെ അപ്പോഴും അവനോട് അവൾ മിണ്ടിയില്ല. ഇത് വാശിയാണോ അതോ ഒരുതരം മരവിപ്പോ? അവളെ മനസ്സിലാക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടുകയായിരുന്നു ഹരി. തങ്ങൾ കണ്ണൂർക്ക് പോകുന്നവരെ ചിരിച്ചും കളിച്ചും നടന്ന തങ്ങളുടെ മോൾക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്നോർത്ത് ആ അച്ഛനമ്മമാരും ആധി പിടിച്ചിരുന്നു. എങ്കിലും അവൾ അവനും അതിന് മറുപടി കൊടുത്തില്ല. അവൾക്ക് ദിവസങ്ങൾ പിന്നെയും മുന്നോട്ടോടി. അതിനിടയിൽ ഒരിക്കൽ വൈകി മുറ്റത്ത് തലയുറ്റി വീണു. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴാണ് അറിയുന്നത് അവൾ 1.5 മാസം ഗർഭിണിയാണെന്ന്. ആ വാർത്ത ആ കുടുംബത്തെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ച്. പക്ഷേ ഹരിക്ക് അതും ഒരു പരീക്ഷണകാലമായിരുന്നു. വിച്ചു ഗർഭിണിയാണെന്ന് ആദ്യം അറിഞ്ഞപ്പോഴൊന്നും ഞെട്ടി. പിന്നീട് എല്ലാ ഭർത്താക്കന്മാരെ പോലെയും ഓടി അവൾക്കരിയിലെത്തിയതാണ്. പക്ഷേ പതിവിന് വിപരീതമായി അവിടെ ഒന്നും തന്നെ നടന്നില്ല. വൈകാവിനൊന്നും നോക്കുകൂടി ചെയ്യാതെ അപ്പച്ചി അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് വന്ന് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. ആ അവസ്ഥ അവന് വല്ലാതെ കുത്തി നോവിക്കുമ്പോഴും അതിന്റെ കാരണക്കാരൻ താൻ തന്നെയാണല്ലോ എന്നോർത്ത് അവൻ സമാധാനിച്ചു. ഓരോ രാത്രി അവൾ ഉറങ്ങാൻ അവൻ കാത്തിരുന്നു. അവൾ ഉറങ്ങിയ ശേഷം അവളോടും തങ്ങളുടെ കുഞ്ഞിനോടും കിന്നാരം പറഞ്ഞിരിക്കാറുള്ള അവനെ അവളും അറിയുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ മാസങ്ങൾക്ക് വഴിമാറി. അവളുടെ രൂപത്തിനും ഭാവത്തിനുമൊക്കെ മാറ്റങ്ങൾ വന്നു ചേർന്നു. ഒന്നു മാത്രം അപ്പോഴും മാറിയില്ല, ഹരിയോടുള്ള അവളുടെ ആ അകൽച്ച. പറ്റിക്കിടന്ന അവളുടെ വയർ ഓരോ ദിവസം കഴിയുന്തോറും ഉന്തി മുന്നോട്ട് വരുന്ന കൗതുകത്തോടെ ഹരി നോക്കി നിന്നു. ആ വയറിൽ മുഖമമർത്തി തന്റെ കുഞ്ഞുമണിയോട് മതി വരുവോളം കിന്നാരം പറയാൻ അവന് കൊതിയായിരുന്നു. പക്ഷെ അവൾ ഉണർന്നിരിക്കുമ്പോൾ അതൊന്നും നടന്നില്ല. 5-ാം മാസത്തിന് ശേഷം കുഞ്ഞു വയറ്റിൽ അനങ്ങുന്ന അവൾ മാളുവിന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അതും ദൂരെ നിന്ന് കാണാൻ മാത്രം വിധിക്കപ്പെട്ട അച്ഛനായി മാറി അവൻ.
അങ്ങനെ 9 മാസം കടന്നുപോയി. അന്ന് രാത്രി ഹരിക്കൊപ്പം കിടക്കുമ്പോഴായിരുന്നു വൈകക്ക് ലേബർ പെയിൻ തുടങ്ങിയത്. സഹിക്കാൻ പറ്റാത്തൊരു തരം വേദന. ആവുന്നതും കടിച്ചു പിടിച്ച് നോക്കിയിരുന്നവൾ പറ്റാതെയായപ്പോൾ കയ്യെത്തി അവനെ വിളിച്ച്, ഹരിയേട്ടാ എനിക്ക് വയ്യ. അവളുടെ കരച്ചിൽ കേട്ട് ചാടി എഴുന്നേറ്റ് ഹരി അവളെ കോരിയെടുത്ത് പുറത്തേക്ക് ഓടുമ്പോൾ അവൾ അവനെ അള്ളിപ്പിടിച്ചുറക്കി നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവളേക്കാൾ വേദന മനസ്സുകൊണ്ട് അവനെ അനുഭവിക്കുകയായിരുന്നു. അവളെ ലേബർ റൂമിലേക്ക് കയറ്റി അവൾക്കും കുഞ്ഞുമായുള്ള ആ കാത്തിരിപ്പിൽ അവന്റെ ഉള്ളു നേരിയത് പുറമേ ആരും അറിഞ്ഞില്ല. വൈകിട്ട് ആള് ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് നേഴ്സ് തങ്ങളുടെ കുഞ്ഞു മാലാഖയുമായി പുറത്തേക്ക് വരുമ്പോൾ ഹരിയുടെ കണ്ണുകൾ കലങ്ങി. മോളാണ്. അവളെപ്പോലെ ഒരു സുന്ദരി മാലാഖ. അവന്റെ ചുണ്ടുകൾ ആ മാലാഖ കുഞ്ഞിനെ നെറ്റിയിൽ പതി അമരുമ്പോൾ ഒരു തുള്ളി കണ്ണീര് അവനിൽ നിന്ന് ഉതിർന്നിരുന്നു. അന്ന് തന്നെ വൈകയും കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റി. അതുവരെ വൈക എന്ന പെണ്ണിൽ മാത്രം ഒതുങ്ങി നടന്നവൾ ആ ഒറ്റ ദിവസം കൊണ്ട് വൈക എന്ന അമ്മയിലേക്ക് സ്ഥാനക്കയറ്റം സ്വീകരിച്ചത് അവന് അത്ഭുതമായിരുന്നു. അപ്പോഴും മാറ്റമില്ലാത്തതായി താൻ കണ്ടത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തന്നോടുള്ള അവളുടെ ആ വെറുപ്പ്. ദിവസങ്ങൾ വീണ്ടും വഴിമാറി. കുഞ്ഞുമണിയുടെ വരവോടെ വൈകിൽ നിലച്ചുപോയ സംസാരങ്ങൾ തിരികെ വന്നു. അവളിപ്പോൾ ഹാപ്പിയാണ്. കുഞ്ഞുമണിയുടെ അമ്മയെ അവളൊരു പുതുജീവിതം നെയ്യുമ്പോഴും താൻ അവർക്കിടയിൽ എവിടെയും ഉണ്ടായിരുന്നില്ലെന്ന് വേദനയോടെ അവൻ ഓർക്കുകയായിരുന്നു. കുഞ്ഞുമണിക്കിപ്പോൾ 3 ആഴ്ച കഴിഞ്ഞു. മോളെടുക്കുന്നതിനൊന്നും അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തോ അതിനൊരു ഭയം പോലെ. ഒരുപക്ഷെ അതിനെ അവൾ തന്നെ വിലക്കിയാൽ അവകാശം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം അവളുടെയോ തൻ്റെയോ ഇഷ്ടത്തോടെ അല്ലല്ലോ താൻ തൻ്റെ കുഞ്ഞിനെ പോലെ അവൾക്ക് നൽകിയത്. കുറ്റബോധം മാത്രമാവുകയായിരുന്നു ഹരിയുടെ ജീവിതം. ജീവിതത്തിനോട് പോലും ഒരു മടുപ്പ്. എന്ന് വെച്ച് മരിക്കാനൊന്നും നോക്കിയതല്ല അവൻ. ഓർക്കാപ്പുറത്ത് ആ ലോറി തന്നെ ബൈക്കിൽ വന്ന് ഇടിച്ചതാണ്. കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കൂട്ടത്തിൽ ഹരിയുടെ ബൈക്ക് ഒരു അപകടത്തിൽപ്പെട്ടു. എതിരെ വന്ന ലോറി അവൻ ഇടിച്ചിടുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടുമെന്നും പോലും കരുതിയതല്ല കണ്ടു നിന്നവരാരും. പക്ഷെ ആരുടെയൊക്കെയോ പ്രാർത്ഥന. കുറേയേറെ ഒടിവും ചതവുമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പേടിക്കാനൊന്നുമില്ലാതെ അവൻ ആ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. പുറത്തുണക്കാനിട്ടിരുന്ന കുഞ്ഞിന്റെ തുണികളും എടുത്ത് അകത്തേക്ക് വരുന്ന കൂട്ടത്തിലാണ് ഹരിക്ക് ആക്സിഡന്റ് ആയെന്ന് സുധാകരേട്ടനോട് ആരോ വിളിച്ചു പറയുന്ന വൈക കേട്ടത്. ആ നിമിഷം അവളുടെ കാലുകൾ നിശ്ചലമായി. അവൾക്ക് ഇവനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിണക്കവും പരിഭവമൊക്കെ മറന്നുപോയിരുന്ന വൈക ഓടുകയായിരുന്നു അവൾ അവനരികിലേക്ക്. ഏങ്ങിക്കരഞ്ഞ് അവൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കയ്യിലും കാലിലുമൊക്കെ കെട്ടുകളുമായി അവൻ റൂമിലുണ്ടായിരുന്നു. അവന് നെഞ്ചിലേക്ക് പരിഭവങ്ങളെല്ലാം മറന്ന് അവൾ വീണു പോകുമ്പോൾ ഒരു മഴ പെയ്ത് തോർന്ന പോലെ അവന് തോന്നി. തന്റെ പിണക്കൊക്കെ മാറിയോ? തന്റെ നെഞ്ചിൽ അങ്ങനെ മുഖമിർത്തിയിരിക്കുന്നവളോട് ഹരി ചോദിക്കുമ്പോൾ അവൾ അവനെ നോക്കാതെ മൂളുക മാത്രം ചെയ്തു. അതോ ഈ കെട്ടൊക്കെ മാറ്റുമ്പോൾ താൻ വീണ്ടിനോട് പിണങ്ങോടാ? അവന്റെ വീണ്ടുമുള്ള ചോദ്യത്തിൽ അവൾ അവനെ നോക്കിയിരുന്നു. അത് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയല്ലേ അന്നെന്നോട് കാട്ടിയത്? അവളുടെ കണ്ണുകളിൽ വീണ്ടും പരിഭവം നിറഞ്ഞു പോകും. ഹരിക്ക് പേടിയായിരുന്നു അവള്. വീണ്ടും അവൾ പഴയതുപോലെ തന്നോട് പിണങ്ങി അകലുമോ എന്നുള്ള ഭയം. ഒടിവില്ലാത്ത വലത് കൈ കൊണ്ട് അവൻ അവൾ വീണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സോറി, പറ്റിപ്പോയി എന്നങ്ങനെയൊക്കെ. ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണെന്നറിയാം. എങ്കിലും പറയുക, അതിനുള്ള പ്രായശ്ചിത്തായിട്ട് ഇനിയുള്ള കാലം ഈ കണ്ണു നിറയാൻ ഞാൻ നോക്കിക്കോളാം. അവന്റെ വാക്കുകൾക്കൊപ്പം ആ കണ്ണു നിറഞ്ഞ അവൾ കണ്ടു. ഇനി അവനോട് പിണങ്ങിൽക്കാൻ കഴിയില്ലായിരുന്നു അവൾക്ക്. അവൾ അവനെ നെഞ്ചിലേക്ക് മുഖമമർത്തി. അതെ, ഇത് ഹോസ്പിറ്റലാ. ബാക്കിയൊക്കെ വീട്ടിലെത്തിയിട്ട്. കുഞ്ഞുമായ ആ മുറിയിലേക്ക് വന്ന അപ്പച്ചി അമ്മയുടെ വാക്കുകൾക്ക് അവളൊന്ന് ചമ്മി. എങ്കിലും അതൊരു ചിരിയിൽ ഒതുക്കി മോളെ വാങ്ങി അവൻ അരികിലേക്ക് എടുത്തുമ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതി എന്തോ തിരിച്ചു കിട്ടിയവന്റെ സന്തോഷമായിരുന്നു ആ നെഞ്ചിൽ. അങ്ങനെ ആ മഴ അവിടെ പെയ്തു തോരുമ്പോൾ ശാന്തമായി അവരും അവിടെ ജീവിച്ച് തുടങ്ങിയായിരുന്നു.